ഹായ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ തറയിൽ കിടക്കുന്ന സാധനങ്ങൾ വാരി തിന്ന് നമ്മൾ കാണാറുണ്ട് ഇല്ലേ? ഇപ്പോൾ ബലൂണായാലും പേപ്പർ കഷ്ണമായാലും കല്ലായാലും മണ്ണായാലും പെയിൻറ്റ്, പെൻസിൽ, റബ്ബർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിന്നുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊരു ഈറ്റിംഗ് ഡിസോർഡർ നമ്മൾ കാണുന്നത്. ചില പേരൻസൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പരാതി പറയും, നമ്മളെ കുട്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ട്, എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികളാണ് ഇത് കഴിക്കുന്നതെന്നാണ്. ശരിക്കും അങ്ങനെ അല്ല അത്. കാരണം വലിയ ആളുകൾ നമ്മളിങ്ങനെ കഴിക്കേണ്ടതെന്നാണ്, നമ്മളത് നോട്ടീസ് ചെയ്യാത്തതാണ് ശരിക്കത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മെഡിക്കൽ ടേം പൈക്ക എന്നാണ് പറയുന്നത്. ഈ പൈക്ക എന്ന് പറഞ്ഞാൽ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് നമ്മൾ പൊതുവേ നമ്മൾ വിലയിരുത്താറുള്ളത്. പക്ഷേ ശരിക്കും ഒരു പൈക്ക എന്ന് പറഞ്ഞ അസുഖം ഒരു ഈറ്റിംഗ് ഡിസോർഡർ മാത്രമല്ല, അതിനൊരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡിസോർഡറുമായി ഒരു അസോസിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താണ് നമ്മൾ പ്രതിവിധി, അതാർക്കൊക്കെയാണ് നമ്മൾ കാണുന്നത്, അതൊക്കെ അതിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പൈക്കയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈക്ക ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, അതൊരു വലിയ ആളുകളിലും നമുക്കിത് കാണുന്നുണ്ട്. അപ്പോൾ അത് ചില കൂട്ടം ആളുകളിൽ നമ്മളത് കാണുന്നത്, അത് ആർക്കൊക്കെ നമ്മൾ അറിയണം. ആദ്യം ഒന്ന് നമ്മൾ ഈ പറയുന്ന ചെറിയ കുട്ടികൾ തന്നെയാണ്. ഈ കുട്ടികളിൽ തന്നെ ആർക്കൊക്കെയാണ് അത് കാണുന്നത് നമ്മൾ അറിയണം. ഒന്ന് നമ്മൾ ചൈൽഡ് അബ്യൂസ് അനുഭവിക്കുന്ന ആളുകളിൽ നമ്മളത് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ താലോലം, അതേപോലെ തന്നെ കെയർ, അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടാത്ത, മെറ്റേണൽ കെയർ കിട്ടാത്ത ആളുകൾക്കാണ് ഇത് കാണുന്നത്. അതേപോലെ തന്നെ ഈ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആളുകളിൽ, പാവപ്പെട്ട കുടുംബത്തിലുള്ള ആളുകൾ, അതേപോലെ ഈ ആഫ്രിക്കയിലുള്ള ചില കൺട്രീസിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ ഈ കുട്ടികളിൽ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ, ചില ഈ വൈറ്റമിൻസും അതേപോലെ തന്നെ അയണിൻ്റെയൊക്കെ അളവ് കുറവുള്ള ആളുകളിലും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. പ്രധാനമായിട്ട് അറിയുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ചില പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അപസ്മാരം പോലത്തെ അസുഖങ്ങളുള്ള കുട്ടികളിലും വലിയ ആളുകളിലും ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ കാണാറുണ്ടെന്നാണ്. ഇത്തരം ആളുകളിൽ, ചെറിയ കുട്ടികൾ മാത്രമല്ല, ഇത്രയും ആളുകളിൽ നമ്മൾ ഈ പൈക്ക എന്ന് പറഞ്ഞ അസുഖം നമ്മൾ കാണുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മളിത് എങ്ങനെ അത് കണ്ടുപിടിക്കാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ അറിയണം. ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മളിപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് നമ്മളെ ബിഹേവിയറൽ തെറാപ്പിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണോ കുട്ടി കഴിക്കുന്നത് അത് കുട്ടീനെ ആക്സസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കുട്ടീനെ മാറ്റിയെടുക്കണം. ഒരു 1-2 ആഴ്ച നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കുട്ടി എന്താണോ കഴിക്കുന്നത് അതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റി വെച്ച് ആ ഒരു സ്റ്റേജ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കൽ നിർബന്ധമാണ്. അതേപോലെ ഇങ്ങനെയുള്ള ആളുകളിൽ ഈ വൈറ്റമിൻസ് മാത്രമല്ല അയണിൻ്റെയും കുറവ് നമ്മൾ കാണാം. അതുകൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ അഥവാ വിളർച്ച കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ അയണും ഫെറിറ്റിൻ പോലത്തെ ടെസ്റ്റുകൾ ചെയ്ത് ഇങ്ങനെയുള്ള കുറവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് അയൺ ടാബ്ലറ്റ് ആയിട്ടോ അതിൻ്റെ ഭക്ഷണങ്ങളായിട്ട് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. അതേപോലെ സിങ്ക് പോലത്തെ ടാബ്ലറ്റിൽ സിങ്ക് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇത് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന നമുക്ക് കാണാറുണ്ട്. കാരണം അവരുടെ ആരോഗ്യക്കുറവാണ്, പ്രതിരോധക്കുറവാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അതേപോലെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ തറയിൽ നിന്ന് എടുത്ത് തിന്നതിൻ്റെ ഭാഗമായിട്ട് നഖത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഈ വിരയുടെ മുട്ടൊക്കെ വന്ന് വിരയുടെ അസുഖം അവർക്ക് നല്ല ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിരയ്ക്കുള്ള ടാബ്ലറ്റ്, ആൽബനസ് പോലത്തെ ടാബ്ലറ്റ് നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നത് 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ട്രീറ്റ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു കുട്ടികൾ അറിയാതെ നമുക്കിതിങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന, വലിയ ആളുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.